ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീട്ടിലുള്ള 2 ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. വീട്ടിലുള്ള 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തുടച്ചിട്ട് തന്നെ എടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല നെയ്യ് തന്നെ എടുക്കുക. കാരണം നമ്മൾ ഈ വിപ്പിംഗ് ക്രീം നെയ്യും പഞ്ചസാരയും മാത്രം ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെയ്യിൻ്റെ ഒരു ചെറിയ ടേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒട്ടും ക്വാളിറ്റി ഇല്ലാത്ത നെയ്യൊക്കെ എടുത്തു കഴിഞ്ഞാൽ വിപ്പിംഗ് ക്രീം അത്ര നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല നെയ്യ് തന്നെ എടുക്കാം. 1/2 കപ്പ് നെയ്യിലേക്ക് ഇനി 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇടുമ്പോൾ ഇതേപോലെ പൊടിച്ച പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒട്ടും വെള്ളം ഇല്ലാതെ മിക്സിയിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. പഞ്ചസാര പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമ്മൾ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിവിടെ സ്പൂണ് വെച്ചിട്ട് ചെയ്യുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. ബീറ്ററും വിസ്കും ഒന്നും യൂസ് ചെയ്യുന്നില്ല. സാധാരണ നമ്മളൊരു സ്പൂണ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് വിസ്ക് ഉപയോഗിച്ചിട്ടും ഇതേപോലെ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് മെല്ലെ എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നെയ്യും പഞ്ചസാരയും ഒന്ന് മെല്ലെ ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സായി കഴിഞ്ഞിട്ട് നമ്മൾ സ്പീഡ് കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ എല്ലാം കൂടി ഒന്ന് അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മെല്ലെ സ്പീഡ് കൂട്ടിയിട്ട് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ സ്പൂൺ കൊണ്ട് ചെയ്യുന്നതുകൊണ്ടാണ്. നമ്മളൊരു ബീറ്ററൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈ വിപ്പിംഗ് ക്രീം തയ്യാറാക്കിയെടുക്കാം കേട്ടോ. വളരെ സിമ്പിളാണ്. ഇത് സ്പൂൺ ഉപയോഗിച്ച് നമുക്കിനി ബീറ്ററൊക്കെ ഇല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലാണ്. അപ്പോൾ നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇതേപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് മസ്റ്റാണ് കേട്ടോ. വാനിലയുടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഏത് എസൻസ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. സ്ട്രോബെറിയുടെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ അതോ പിസ്തയുടെയോ ബദാമോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ ഈ എസൻസ് മസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ വിപ്പിംഗ് ക്രീമിനൊക്കെ ഒരു വാനിലയുടെ ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെന്തായാലും ചേർത്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ആ നെയ്യുടെ ടേസ്റ്റ് മാത്രമേ നിൽക്കുള്ളൂ. അപ്പോൾ ഇതിൽ എസൻസ് മസ്റ്റാണ്. എസൻസ് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല സ്പീഡിൽ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. വളരെ സ്പീഡിൽ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാലേ ഇത് നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അതായത് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ബീറ്റായിട്ട് വരുന്നുണ്ട്. കൈയെടുക്കാതെ വളരെ സ്പീഡിൽ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്കൊരു പഞ്ചസാരയുടെ ഒരു തരി പോലെ കിട്ടുകയാണെങ്കിൽ ഇത് ബീറ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വീണ്ടും വീണ്ടും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കൈകൊണ്ടായതുകൊണ്ടാണ് നമുക്ക് കുറച്ച് അധികം ടൈം എടുക്കുന്ന പോലെ തോന്നുന്നത് കേട്ടോ. നമ്മൾ ഈ ബീറ്ററൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് 2 മിനിറ്റ് കൊണ്ട് തന്നെ ആയി കിട്ടും. കൈകൊണ്ടാണെങ്കിലും ഒരുപാട് ടൈമൊന്നും വേണ്ട. ഒരു 3-4 മിനിറ്റ് ഒക്കെ ചെയ്യുമ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ അത് പഫായിട്ട് തന്നെ വന്നോളും കേട്ടോ. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിങ്ങനെ സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കമഴ്ത്തി നോക്കിയിട്ട് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പരുവെന്ന് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ കൊണ്ടൊന്ന് തൊട്ട് നോക്കാം പഞ്ചസാരയുടെ തരിയൊന്നും ഇല്ലാന്ന്. ഇപ്പോൾ പഞ്ചസാരയുടെ തരിയൊന്നുമില്ല. എല്ലാം കൂടി നന്നായിട്ട് തന്നെ ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സ്പൂൺ എടുത്തിട്ട് ഒന്ന് നോക്കുകയും ചെയ്യാം. സ്പൂണൊന്നും ഇങ്ങനെ കമഴ്ത്തി വെച്ചാൽ വീഴുന്നില്ലെങ്കിൽ കറക്റ്റ് പരുവാണ് വിപ്പിംഗ് ക്രീമിൻ്റെ. കണ്ടില്ലേ? അപ്പം നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സെയിം ടേസ്റ്റാണെന്നൊന്നും പറയാൻ പറ്റില്ല. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പല വിപ്പിംഗ് ക്രീമിനും പല ടേസ്റ്റും ആയിരിക്കും. ചിലത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, ചിലത് അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് അത്യാവശ്യം നമുക്ക് വീട്ടിൽ നമ്മൾ ഉണ്ടാക്കുന്ന കേക്കിലൊക്കെ യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നെയ്യ് പഞ്ചസാരയല്ലേ ഉള്ളൂ. പക്ഷെ അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ്. കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രയും ടേസ്റ്റ് ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതിനും. ഈ വിപ്പിംഗ് ക്രീമും നമുക്ക് കേക്കൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ട് ജസ്റ്റ് കേക്കിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു ബാഗിലേക്ക് മാറ്റാണ്. ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ കേക്കൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു കപ്പ് കേക്ക് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഐസിങ് ചെയ്യുന്നത് ഒന്ന് കാണിക്കാം. നമ്മളിത് ഐസിങ് ചെയ്യുന്ന ടൈമിൽ ലൂസായി പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. കറക്റ്റായിട്ട് ഐസിങ് ഒക്കെ ചെയ്തെടുക്കാനൊക്കെ പറ്റും. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ വിപ്പിംഗ് ക്രീം ഇല്ല എന്നുള്ള രീതിയിൽ കേക്ക് ഉണ്ടാക്കണം എന്നൊക്കെ തോന്നുമ്പോൾ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് പറ്റുന്ന ഒരു വിപ്പിംഗ് ക്രീമാണിത്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്താൽ മതി.
അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണും കൂടിയൊക്കെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതേപോലെ ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്ത ഒരുപാട് പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണണേ. താങ്ക് യു.